ദിവസങ്ങളിൽ ഈ രാത്രികളിൽ അധികരിച്ചു രാത്രിയും പകലും ചൊല്ലേണ്ട ദിക്റുകൾ ഒന്ന് 1000 തവണ ചൊല്ലിയാൽ നല്ലത്. ഇങ്ങോട്ട് നോക്ക് 1000 തവണ ചൊല്ലിയാൽ നല്ലത്. എന്താ ചൊല്ലേണ്ടത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ഈ രാത്രികളിൽ ഈ പകലുകളിൽ 1000 തവണ ഒരു ദിവസം ചൊല്ലിയാൽ നല്ലത്. കുറയുന്നതിന് വിരോധമല്ല, പക്ഷേ ഞാനൊരു അത്രയും പ്രധാനപ്പെട്ട ദിക്റാണ് ഈ സമയത്ത്. ആര് ചൊല്ലി? എല്ലാ നബിയും ചൊല്ലി. എല്ലാ നബിയും. ഒന്ന് ആദം. ഈ സമയത്ത് ഈ ദിക്ർ ചൊല്ലിയ ഒരാൾ സയ്യിദുന ആദം. എല്ലാ നബിയും ചൊല്ലിയിട്ടുണ്ട്. ഒന്ന് എല്ലാ നബിയും ചൊല്ലിയതാണ് ഈ സമയത്ത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു യൂനുസ് അലൈഹിസ്സലാം. ഒരഭിപ്രായം 40 ദിവസം. അതാണ് പ്രധാന അഭിപ്രായം. മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടത് ദുൽഹജ്ജ് 1-ന്, രക്ഷപ്പെട്ടത് മുഹറം 10-ന്. അപ്പോൾ 40 ദിവസം. ഇരുട്ടിൽ വിളിച്ചു പറയേണ്ടി വന്നു. ഇരുട്ട് എന്ന് പറഞ്ഞാൽ അലയാഴി ഇരുട്ടാണ്. പിന്നെ മത്സ്യത്തിന്റെ വയറ്. അപ്പോൾ ഇരുട്ടിന്റെയും ഇരുട്ട്. സമുദ്രത്തിന്റെ ഇരുട്ടിനെ പറ്റി പറഞ്ഞ ആയത്ത് ഇങ്ങനെയാ: സമുദ്രത്തിന്റെ ഇരുട്ട് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഇരുട്ടാണ്. അലയാഴി നടുക്കടൽ എന്ന് പറഞ്ഞാൽ കറുകറുത്ത വെള്ളാണ്. തൊട്ടടുത്ത് മേഘം ഇങ്ങനെ നിൽക്കും. പിന്നെ അലയാഴി, വെള്ളം തന്നെ കറുപ്പ്, പിന്നെ അതിനടിയിൽ ഇരുട്ട്, പിന്നെ മത്സ്യത്തിന്റെ ഇരുട്ട്. അതിൻ്റെ ഉള്ളിൽ ഇരുന്നു 40 ദിവസം. وظنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات ഇരുട്ടുകളിൽ വിളിച്ചു പറയേണ്ടി വന്നു. എന്താ ഇരുട്ടുകളിൽ വിളിച്ചു പറയേണ്ടി വന്നത്? അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നിങ്ങളെ ഒരു സെക്കൻഡ് അതൊന്ന് സങ്കല്പിച്ച് നോക്ക്. ഒന്ന് അലയാഴി എന്ന് പറഞ്ഞാല് വല്ലാത്ത കോച്ചുന്ന തണുപ്പാ. വെള്ളത്തിൽ തൊട്ടുപോയാൽ ആ സമയത്ത് ഐസായി പോകും. അത്രയും നമുക്ക് സഹിക്കാൻ കഴിയില്ല. അത്രയും മരവിപ്പുള്ള തണുപ്പാണ്. എവിടെ? കടലിനടിയിലും ഭയങ്കര തണുപ്പാണ്. എന്നിട്ട് മത്സ്യത്തിന്റെ വയറ്. അവിടെ 40 ദിവസം ഒരു മനുഷ്യൻ കഴിഞ്ഞിട്ട് ആ മനുഷ്യന് ഒരു പ്രയാസം ഉണ്ടായില്ല. അള്ളാഹു രക്ഷപ്പെടുത്തി. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ ചിന്തിക്കുക. എന്തുകൊണ്ട്? അയാളുടെ നാവിൽ ഒരു വാക്കുണ്ടായിരുന്നു. എന്ത്?
فلولا أن تداركه نعمة من ربه لنبذ بالعراء وهو مذموم. يا الله വല്ലാത്ത ആയത്താണത്, വല്ലാത്തൊരായത്താണത്. فلولا أن تداركه نعمة من ربه لنبذ بالعراء وهو مذموم. അല്ലാഹുവിന്റെ ഒരു നിഅമത്ത് അദ്ദേഹത്തിന് കിട്ടി ഇല്ലെങ്കിൽ ലനുബിദ അദ്ദേഹത്തെ എറിയപ്പെടേണ്ടതായിരുന്നു ബിൽ അറാഇ ഏതെങ്കിലും ശൂന്യമായ കടൽക്കരയിൽ വഹുവ മദ്മൂം നിന്യനായി. സൂറത്തുൽ ഖലം ആദ്യം ഓതിയ ആയത്ത് സൂറത്തുൽ അംബിയ, ഇപ്പോൾ ഓതിയത് സൂറത്തുൽ ഖലം, ഖലമിന്റെ ലാസ്റ്റ് ഉണ്ട് ആയത്ത്. فلولا أن تداركه نعمة من ربه لنبذ بالعراء وهو مذموم. അല്ലാഹുവിന്റെ ഒരു നിഅമത്ത് അദ്ദേഹത്തിന് ലഭിച്ചു. ഫലൗലാ അൻ തദാരകഹു നിഅമത്തും മിർ റബ്ബി, ആ നിഅമത്ത് അദ്ദേഹത്തിന് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ലനുബിദ അദ്ദേഹത്തെ എറിയപ്പെടേണ്ടതായിരുന്നു ബിൽ അറാഇ ഏതെങ്കിലും ശൂന്യമായ കടൽക്കരയിൽ വഹുവ മദ്മൂം നിന്യനായി. അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ ഒരു നിഅമത്ത് ലഭിച്ചു. ആ നിഅമത്ത് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും കടൽക്കരയിൽ അയാൾ നിന്യനായി എറിയപ്പെടേണ്ടതായിരുന്നു. ഏതാ നിഅമത്ത്? അങ്ങനെ പറഞ്ഞേക്ക് എന്താ നിഅമത്ത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതാ നിഅമത്ത്. ആ നിഅമത്ത് അദ്ദേഹം അങ്ങോട്ട് രാവും പകലും നാവിലും ചുണ്ടിലും അങ്ങോട്ട് ഉപയോഗപ്പെടുത്തി. ഇല്ലെങ്കിൽ ഏതെങ്കിലും കടൽക്കരയിൽ ശൂന്യമായ കടൽക്കരയിൽ നിന്യനായി അയാൾ എറിയപ്പെടേണ്ടതായിരുന്നു. നുബിദ എന്ന വാക്കാണ് അതിനെ ഖുർആൻ കൊണ്ടുവന്നത്. സത്യത്തിൽ എറിയുന്നതിന് നുബിദ എന്നല്ല പറയുക, റുമിയ എന്നാണ്. ഞാൻ അല്പം ഗ്രാമർ പറയാം, നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഇരിക്കണം, അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? എറിയപ്പെടേണ്ടതായിരുന്നു എന്നതിന് അറബിയിൽ പറയേണ്ട വാക്ക് നുബിദ എന്നല്ല, റുമിയ എന്നാണ്. പിന്നെ നുബിദ എന്ന് പറഞ്ഞത് നബിദ് റമിയ എന്ന രണ്ട് ഏറിന് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇവിടെ മുന്നിലിരുന്ന് ഒരാൾ ഉറങ്ങുന്നുണ്ടെന്ന് സങ്കല്പിക്കണമെന്നില്ല, ചില ആളുകളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവനെ നോക്കിയിട്ട് കണക്കാക്കിയിട്ട് മുന്നിലിരുന്ന് ഒരുത്തൻ ഉറങ്ങുന്നുണ്ടെന്ന് സങ്കല്പിക്കൂ. ഞാൻ അവനെ നോക്കിയിട്ട് കൃത്യമായിട്ട് ഒറ്റ ഏറിഞ്ഞാൽ അതിന് റുമിയ എന്ന് പറയും. അതായത് കൃത്യത നോക്കി എറിയുക, അതിന് റമിയ എന്ന് പറയും. എന്നാൽ ഒരാൾ ബീഡി ചുണ്ടിൽ വെച്ച് തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് ഒരസി കത്തിച്ച് സിഗരറ്റിന് തീ കൊടുത്ത് ഇതിന് നുബിദ എന്ന് പറയും. ഭയങ്കര എവിടെ ചെന്ന് വീണാലും വേണ്ടില്ല. അവസാനം ബീഡി ആഞ്ഞാഞ്ഞ് വച്ച് കൈ പൊള്ളുമെന്നാവുമ്പോ സിഗരറ്റിന്റെ കുറ്റിയെറിയും. അതും റുമിയല്ല, നുബിദ, നിസ്സാരമായി എറിയുക. എന്ന നരകത്തിലേക്ക് മനുഷ്യനെ അലക്ഷ്യമായി എറിയുക. ഏതെങ്കിലും കടൽക്കരയിൽ അലക്ഷ്യമായി അയാളെ എറിയപ്പെടേണ്ടതായിരുന്നു. ഒരു നിഅമത്ത് അയാൾ ഉപയോഗപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ. ഏതാ നിഅമത്ത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ
ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. എന്താ അതിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധ്യനില്ല. സുബ്ഹാനക, നീ പരിശുദ്ധൻ. ഞാനോ ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമി. നീ പരിശുദ്ധൻ, ഞാൻ അക്രമി. അങ്ങനെ പറയുന്നത് അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ്. അടിമയുടെ നിസ്സാരത്വത്തെ അംഗീകരിക്കുക, ഉടമക്കാരനെ മഹത്വപ്പെടുത്തുക അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അവസാനത്തെ പൂർണ്ണാധ്യായം സൂറത്തുൻ നസ്റാണ്. പുണ്യ നബിയോട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്താനും തന്നെ നിസ്സാരപ്പെടുത്താനുമാണ് പറഞ്ഞത്. നിങ്ങൾ ഇതിന്റെ കൂടെ ഇരിക്കണം. അവസാനത്തെ പൂർണ്ണാധ്യായം ഏതാ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. അവസാനത്തെ പൂർണ്ണാധ്യായമാണ് ഈ അധ്യായം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പൂർണ്ണാധ്യായം ഖുർആനിൽ ഇറങ്ങിയിട്ടില്ല. ഖുർആനിൽ പിന്നെ ഒറ്റപ്പെട്ട ആയത്തുകളെ ഇറങ്ങിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഖുർആനിൽ അവസാനമായി ഇറങ്ങിയ പൂർണ്ണാധ്യായം സൂറത്തുൻ നസ്റാണ്. ഇദാ ജാഅ ഓത് എന്റെ കൂടെ ഓത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. അതിന്റെ അവസാനത്തെ കൽപ്പന കണ്ടോ? ഫസബ്ബിഹ്, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുക, പരിശുദ്ധനാക്കുക. ബിഹംദി റബ്ബിക, അല്ലാഹുവിനെ പ്രശംസിക്കുക. വസ്തഗ്ഫിർഹു, നീ അല്ലാഹുവിനോട് താങ്കൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക. അതായത് അല്ലാഹുവിനെ വണ്ണപ്പെടുത്താനും മഹത്വപ്പെടുത്താനും താൻ പൊറുക്കലിനെ തേടുമ്പോൾ തന്നെ നിസ്സാരപ്പെടുത്തല്ലേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു, എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുക, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുക. ബിഹംദി റബ്ബിക, അൽഹംദുലില്ലാ എന്ന് അല്ലാഹുവിനെ പ്രശംസിക്കുക. വസ്തഗ്ഫിർഹു, താങ്കൾ അള്ളാഹിനോട് പൊറുക്കലിനെ തേടുക. താങ്കൾ പുറത്തു തരണേ എന്ന് പറയുമ്പോൾ താങ്കൾ അള്ളാഹുവിന്റെ മുന്നിൽ നിസ്സാരപ്പെടുക, അള്ളാഹുവിനെയോ മഹത്വപ്പെടുത്തുക. ഇതന്നെയാണ് എന്ത്? എന്താ ഇരുന്ന് ഉറങ്ങണത്? വന്നിട്ട് ഉറങ്ങാനുള്ള നേരായിട്ടില്ലല്ലോ. ഇത് തന്നെയാണ് എന്ത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നല്ല ഉഷാറിലിരുന്നാൽ ഞാൻ കുറച്ച് രഹസ്യങ്ങൾ പറഞ്ഞുതരാം. ഇത് രഹസ്യ വിജ്ഞാനാണ് ഈ പറഞ്ഞത്. ഈ ദിവസങ്ങളിൽ എല്ലാവരും ചെയ്യേണ്ട ദിക്റാണത്. 1000 വട്ടം ചെയ്യാൻ കഴിഞ്ഞാൽ ചെയ്യാം. അതൊക്കെ എളുപ്പമാണ്, അതൊക്കെ ഈസിയാണ്. 1000 തവണയൊക്കെ എളുപ്പമാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക. ഇതിനെ അല്ലാഹു തആല സൂറത്തുൽ ഖലമിൽ എന്തെന്നാ പറഞ്ഞത്? ഈ വാക്കിനെ അല്ലാഹു തആല സൂറത്തുൽ ഖലമിൽ എന്തെന്നാ പറഞ്ഞത്? അല്ലാഹുവിന്റെ മഹത്തായ നിഅമത്ത്. ഉറങ്ങി. ഒരു മഹാ നിഅമത്ത് യൂനുസിന് ലഭിച്ചു. ആ നിഅമത്തിനെ യൂനുസ് ഉപയോഗപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ കടൽക്കരയിൽ നിന്യനും ശൂന്യമായ കടൽക്കരയിൽ നിന്യനായി അലക്ഷ്യമായി യൂനുസിനെ എറിയപ്പെടേണ്ടതായിരുന്നു. ഒരു നിഅമത്ത് ഉപയോഗപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ. ഏതാ നിഅമത്ത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നാണ് നിഅമത്ത് എന്ന് സൂറത്തുൽ അംബിയായിലുണ്ട്. ആദ്യം ഓതിയത് സൂറത്തുൽ അംബിയാ, പിന്നെ ഓതിയത് സൂറത്തുൽ ഖലം. രണ്ടും യൂനുസാണ് അലൈഹിസ്സലാം. ശ്രദ്ധിക്കേ. അപ്പോൾ ഇത് രാവും പകലും തന്നെ, അതായത് മനസ്സിൽ വെക്കുക, നമ്മൾ അള്ളാഹുവിന്റെ അടിമയാണ്. അള്ളാഹുവിനെ ചിന്തിക്കാനും അള്ളാഹുവിനെ പറയാനും മാത്രമാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്. അതാണ് നമ്മുടെ ലക്ഷ്യവും. നമ്മളൊക്കെ കുറ്റവാളികളാണ്. എന്താ കുറ്റം? കുറ്റം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ചിന്തയിൽ വീഴ്ച വരുത്തൽ തന്നെ കുറ്റാണ്. ഈ കുറ്റം എന്ന് പറഞ്ഞാല് പല സൈസ് കുറ്റുണ്ട്. നല്ലവർക്ക് നിസ്സാരം കുറ്റാണ്. ഇപ്പൊ പള്ളിയിലേക്ക് ഇടതുകാല് വെച്ച് കയറിയെന്ന് സങ്കല്പിക്ക്. നല്ലൊരു മനുഷ്യന് ആ ദിവസം മുഴുവനും വിഷമമായിരിക്കും. നല്ലോന്
മോശപ്പെട്ടവന് ഒരാളെ കൊന്നാൽ പോലും വിഷമായി തോന്നൂല. നിങ്ങൾ ഇവിടെ ഇല്ല, നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ആദ്യം ഇവിടെ ഉണ്ടാകണം. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഇവിടെ സ്ഥലത്തുണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഉണ്ട് എന്ന് പറയഷ്ട, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയഷ്ട. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ കുറ്റവാളികളാണ്. നമ്മൾ കുറ്റവാളിയെന്നാ. എന്താ കുറ്റം? നമ്മളെ ഏൽപ്പിച്ചതിൽ നിന്ന് പുറകോട്ട് പോവാ. എന്തിനാ ഏൽപ്പിച്ചത്? സദാസമയവും ആരുടെ ചിന്തയിലാവുക? അല്ലാ. ഞാനൊരു കാര്യം പറയട്ടെ മനുഷ്യരെ, കക്കൂസിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഗുഫ്രാനക അൽഹംദു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? എന്താ? വയറ്റിൽ നോക്കുന്നത് ഹറാമാണോ? മനസ്സിലായില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഇല്ല 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 ഇല്ല. നിങ്ങൾ കളമശ്ശേരിക്കാരെ ഇവിടെ ഇല്ല. അപ്പോ നിങ്ങൾ ആദ്യം ഒന്നും ഉണ്ടാവുക, നീ ഒന്നും ഉണ്ടാവുക. എടോ, കക്കൂസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പറയുന്നത് ആദ്യം ഗുഫ്രാനക അൽഹംദു, പടച്ചോനെ പൂർത്തിയരണേ, നിനക്കാണ് സർവസ്തുതിയും. എവിടെയും അൽഹംദുലില്ല. കക്കൂസിൽ നിന്ന് ഇറങ്ങിയാൽ ഗുഫ്രാനക. എന്ത്? എന്താ? മൂത്രിക്കുന്നത് ഹറാമാണോ? പൂർത്തിയരണേന്ന് അറിയാൻ. വയറ്റിൽ ഉള്ള വൃത്തികേട് കളയുന്നത് ഹറാമാണോ? ഒന്ന് പറ ഇഷ്ടന്മാരെ. പിന്നെന്തിനാ കക്കൂസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പൂർത്തിയരണേന്ന് പറഞ്ഞത്? കുറച്ച് നേരം അള്ളാഹു എന്ന ചിന്ത അവിടെ പാടില്ല. അപ്പോൾ നമ്മുടെ സമയത്തിൽ നിന്ന് കുറഞ്ഞ സമയം അള്ളാഹിന്റെ ചിന്ത ഒഴിവാക്കേണ്ടി വന്നു. കുറ്റാണത്. കുറ്റമല്ലെങ്കിലും കുറ്റമാണ്. കുറ്റം അല്ലെങ്കിലും കുറ്റമാണ്. കുറ്റല്ല എന്നാ കുറ്റാണ്. എന്നാ കുറ്റാണോ? കുറ്റല്ല. എന്നാ കുറ്റമല്ലേ? ആണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആളുടെ പൊസിഷൻ അനുസരിച്ച് കുറ്റത്തിന്റെ അളവിൽ വ്യത്യാസം വരും. വലഭാഗത്തേക്ക് തുപ്പിയാൽ സ്വാലിയായ മനുഷ്യൻ അത് വിഷമാണ്, സൈക്കൂലാണ്. കാരണം റഹ്മത്തിന്റെ മലക്കൾ ഇരിക്കുന്ന ഭാഗമാണ്. അന്നത്തെ ദിവസം പോയി. എന്നാൽ ആയുസ് മുഴുവൻ തുപ്പിയത് എവിടേക്കെന്ന് ചിന്തിക്കാത്തവരുണ്ടാവും. അവന് വലഭാഗത്ത് ഇരുന്നിട്ട് മൂത്രിച്ചാലും കാട്ടിച്ചാലും പ്രശ്നമാകൂല. തുപ്പുന്ന പിന്നെയല്ലേ. മനസ്സിലായോ പറഞ്ഞത്? നമ്മൾ മുഅ്മിനീങ്ങളാണ്. നമ്മൾ ആരാ? നമ്മൾ ഒരു നിലക്ക് ജിബ്രീലിന്റെ മേലെയാ അലൈഹിസ്സലാം. നമ്മൾ ജിബ്രീലിന്റെ മേലെയാ. എന്തുകൊണ്ട്? ഇന്ന മൻസിലത്തൽ മുഅ്മിനി ഇൻദല്ലാഹ് അഅ്ളമു മിൻ മൻസിലത്തിൽ മലക്കിൽ മുഖർറബി. വഇന്ന മൻസിലത്തൽ മുഅ്മിനി ഇൻദല്ലാഹ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്ഥാനം അല്ലാഹുവിന്റെ അടുക്കൽ കളമശ്ശേരിയിലോ മുത്തേടത്തോ കാലത്തേതെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് ജീവിക്കുന്ന, ഏത് കാലത്തും ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്ഥാനം അല്ലാഹുവിന്റെ അടുക്കൽ അഅ്ളമു, മഹാസ്ഥാനമാണ്, മിൻ മൻസിലത്തിൽ മലക്കിൽ മുഖർറബി, ഒരു മുഖർറബായ മലക്കിന്റെ സ്ഥാനത്തേക്കാൾ. മുഖർറബായ മലക്കിന്റെ സ്ഥാനത്തേക്കാൾ വലിയ സ്ഥാനമാണ്. ആരുടെ സ്ഥാനം? പറ പറ, ആരുടെ സ്ഥാനം? ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്ഥാനം. അപ്പോൾ പിന്നെ അവന് വല്ലാത്ത വിഷയാണ്. ചെറിയത് സംഭവിച്ചാൽ പോലും സഹിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കുറ്റവാളികൾ തന്നെയാണ്. നമ്മൾക്ക് അള്ളാഹു കൽപ്പിച്ച സ്ഥാനത്തിനനുസരിച്ച് നമ്മൾ അള്ളാഹുവിനെ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ അത് തന്നെ കുറ്റം. ലാ ഇലാഹ. പറ പറ, എന്താ കുറ്റം? കുറ്റം ഇത് തന്നെ. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. ഹറാമ് ചെയ്തതോ അതൊന്നും പറയുന്നില്ല. അതൊന്നും പറയുന്നില്ല. ഇത് തന്നെ കുറ്റം. നമ്മുടെ സ്ഥാനം എന്താ? നമ്മൾ ആരാ? യൂളഉ മനാബിറു മിൻ നൂരിൻ വഹും യജ്ലിസൂന അലൈഹാ വന്നാസു ബിൽ ഹിസാബ്. ശിരസ് മുതൽ കാൽപാദം വരെ പ്രകാശിച്ചുകൊണ്ടാണ് മുഅ്മിൻ ഖബറിൽ നിന്ന് എണീക്കുക. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, اللهم جعلنا منهم، 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 اللهم جعلنا منهم بمحض فضلك يا أكرم الأكرمين ويا أجود الأجودين ويا أرحم الراحمين. ശിരസ് മുതൽ കാൽപാദം വരെ പ്രകാശിച്ചുകൊണ്ടാണ് മുഅ്മിനായ മനുഷ്യൻ ഖബറിൽ നീക്കുക.
സ്ഥാനം എത്രയാ ഞങ്ങൾ വിചാരിച്ചത്? എന്തെങ്ങൾ വിചാരിച്ചത്? പ്രകാശം അങ്ങനെ ഖബറിൽ നിന്ന് എണീറ്റ് മാഷറയിലേക്ക് ഓടും. ആര്? മുഅ്മിൻ. കേൾക്കണേ. മറ്റവൻ ഒരു ഇതികർത്തവ്യ മൂഢനെ പോലെ നിൽക്കും. ആര്? മുനാഫിഖും ഫാസിഖും കാഫിറും. അല്ലാഹു അവരെ കൂട്ടത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ഈ ഓടുന്നതിനെ ഖുർആൻ ഒരു സ്ഥലത്ത് വർണ്ണിച്ചത് എങ്ങനെയാണെന്നറിയോ? ഓടുന്നത് മഹ്ശറിലേക്ക് ഖബറിൽ നിന്ന് എണീറ്റിട്ട് മുഅ്മിൻ ഓടുന്നതിനെ ഖുർആൻ വർണ്ണിച്ചത് എങ്ങനെയാണെന്നറിയോ? يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم. ഇങ്ങനെ പ്രകാശഗോളങ്ങൾ പ്രകാശം ഇങ്ങനെ ഓടുന്നത് പോലെ നോക്കി നിൽക്കുന്ന ഒരാൾക്ക് തോന്നും ഒരു പ്രകാശം ഒരു കൊള്ളിയാൻ മിന്നിയോ. ഒരു പ്രകാശം ഇങ്ങനെ ഓടും, ഖബറിൽ നിന്ന് ഇങ്ങനെ ഓടും പ്രകാശം. ആരാണ് ഈ ഓടുന്നത്? മുഅ്മിൻ. അവന്റെ ഇവിടം മുതൽ ഇവിടം വരെ പ്രകാശിക്കാണ്. അങ്ങനത്തെ സ്ഥാനമില്ലേ? അതിനോട് നമ്മൾ താദാത്മ്യപ്പെടണ്ടേ? ആ സ്ഥാനത്തിന് നമ്മൾ അതിന് വില കൽപ്പിക്കാതെ നമ്മൾ ചെയ്തതെല്ലാം കുറ്റല്ലേ? ആ സ്ഥാനത്തിരിക്കുമ്പോൾ കമ്പനിയുടെ മാനേജറായിട്ട് 1.5 ലക്ഷം ശമ്പളം വാങ്ങുന്ന മാനേജറെ സംബന്ധിച്ചിടത്തോളം അവന് കായലരികത്ത് പാട്ടും പാടി പേടി കുറ്റി വലിച്ച് നടക്കാൻ പറ്റുമോ? മനസ്സിലായില്ല? ഞങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പറ ഇഷ്ടന്മാരെ, മനസ്സിലായോ? ഒരു കമ്പനിയുടെ 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയിട്ട് നിൽക്കുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട മാനേജർ അടുത്ത കടയിൽ പോയി ഇരുന്ന് ആ കൊഴിഞ്ഞ കസേരയിൽ ഇരുന്നിട്ട് ഒരു ബോണ്ടയും ചായയും കുടിച്ച് കായലരികത്ത് പാട്ടും പാടി ഇരിക്കാൻ പറ്റുമോ? എന്നാ ബോണ്ട കുന്ന് തിന്നുന്നത് ഹറാമാണോ? പറ, ആണോ? അല്ല. ഇത് ഇവന്റെ അവസ്ഥയോട് യോജിക്കൂല. ഇവന്റെ ചിന്തയിൽ സദാസമയവും കമ്പനി ആയിരിക്കണം. പ്രത്യക്ഷത്തിൽ അവനൊരു പണിയും ഉണ്ടാവില്ല. എന്നാൽ അവിടെയുള്ള എല്ലാ പണിയും ഇവന്റെ തലേന്നായിരിക്കും. ഇവൻ AC റൂമിൽ ഇരിക്കുമ്പോഴും ഇവന്റെ തലയിൽ ചൂടായിരിക്കും. മറ്റേ തൊഴിലാളി വൈകുന്നേരം 600 രൂപ വാങ്ങുന്ന തൊഴിലാളി വെയിലത്ത് പണിയെടുക്കുമ്പോഴും അവന്റെ മനസ്സിൽ തണുപ്പായിരിക്കും. കാരണം ഇവൻ അത്ര വലിയ സ്ഥാനമുള്ളവനാണ്, വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തോട് അടുക്കാതിരിക്കൽ തന്നെ കുറ്റാണ്. അപ്പോൾ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ കുറ്റവാളിയാണ്. മരിക്കാൻ നേരത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ മരിക്കാൻ നേരത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചെന്ന് നോക്കിയപ്പോൾ കരയുകയാണ്. കരയന്നെ. അപ്പോൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പോൾ പറഞ്ഞ്, ഞാൻ എൻ്റെ ദോഷം ഓർത്ത് കരയുകയാണ്. എന്താ ദോഷം? ഒരു ദോഷമല്ല. പിന്നെന്താ? ഒരു സെക്കൻഡ് അല്ലാഹു എന്ന ചിന്ത വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കത് ദോഷമാണ്. ചിന്തിക്ക്. അപ്പോൾ ഈ മുഹറമിന്റെ ഈ സന്ദർഭത്തിനെ ഉപയോഗപ്പെടുത്തണം. എല്ലാ നബിമാരും ഈ സമയത്ത് ചൊല്ലിയതാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പാഠം നമ്പർ 1. പാഠം നമ്പർ 2. എല്ലാ ദിവസവും അള്ളാഹ് ആ വർഷത്തെ മൊത്തം റഹ്മത്തിന് വേണ്ടി 1000 തവണയെങ്കിലും അള്ളാഹുവോട് യാ അർഹമർ റഹീമീൻ എന്ന് ചൊല്ലുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. വെറുതെ ചൊല്ലുക, ഒന്നും വേണ്ട. അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ് ഈ വാക്ക്. يا أرحم الراحمين 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 يا أرحم الراحمين. ഇങ്ങനെ ചൊല്ലുക 1000 വട്ടെങ്കിലും ചുരുങ്ങിയത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, വല്ലാത്ത ഇഷ്ടമാണ്.
അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പദം റഹ്മത്താണ്. ഒരു വർഷത്തിൽ ഒരു വർഷം തുടങ്ങുമ്പോൾ അടിമക്ക് ആവശ്യം റഹ്മത്താണ്. ഉടമക്കാരൻ നൽകുന്നതും റഹ്മത്താണ്. റഹ്മത്തിന്റെ അർത്ഥം എന്താന്ന് എനിക്കറിയൂല. റഹ്മത്തിന് എന്താ അർത്ഥം പറയേണ്ടത് എനിക്കറിയൂല. നമ്മൾ ചില അർത്ഥങ്ങൾ കണ്ടെത്തിയ പിന്നെ തിരുത്തും. അങ്ങനത്തെ ഒരു പദമാണ് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റഹ്മത്ത്. റഹ്മത്തിന്റെ അർത്ഥം കരുണ എന്നാണോ? അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട്? കരുണ അർഹിക്കാത്തവർക്കും റഹ്മത്ത് നൽകുന്നുണ്ട്. അപ്പോൾ പിന്നെ റഹ്മത്ത് എങ്ങനെയാ കരുണയാവുക? നിങ്ങളിവിടെ ഇല്ല, നിങ്ങളിവിടെ ഉണ്ടോ? ഇല്ല. അങ്ങനെ ഉണ്ടായാ പോരാ, മനസ്സുകൊണ്ടുണ്ടാവണം. അതായത് ഇബ്ലീസിന് അള്ളാഹു റഹ്മത്ത് നൽകും. റഹ്മത്ത് കൊണ്ടാണ് ഇബ്ലീസ് ജീവിക്കുന്നത്. ആരുടെ റഹ്മത്തുണ്ട്? അള്ളാഹുന്റെ റഹ്മത്തുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബ് ആർക്കും റഹ്മത്ത് ചെയ്യും. പറ ഇബ്ലീസിനും. എന്നാൽ അവൻ കരുണ അർഹിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ റഹ്മത്തിന്റെ അർത്ഥം എനിക്കറിയില്ല. റഹ്മത്ത് സമം റഹ്മത്ത്, അതിന് അർത്ഥം ഉണ്ടാവില്ല. ചിലതിനൊന്നും നമ്മൾ വിചാരിച്ച അർത്ഥമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറയലാവും നല്ലത്. അങ്ങനെയാണ്. നമ്മൾ ഈ ആധാരം എഴുത്തേര് വസിയത്ത് എന്ന് പറയും. സത്യത്തിൽ വസിയത്ത് എന്ന അറബി പദം ലോപിച്ചാണ്. മനസ്സിലായില്ലേ? അതിന് കൃത്യമായൊരു മലയാള പദം ഇല്ലാത്തത് കൊണ്ട് അവരും കൊണ്ടുവന്നിട്ട് എന്താക്കിയത്? വസിയത്തിനെ വസിയത്തിനാക്കി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആധാരം നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് പറയും മനുഷ്യന്മാരെ, നിങ്ങളെ നാട്ടിൽ ആധാരങ്ങളുണ്ടാ? പഴയ കാലത്തെ ആധാരം, പഴയ കാലം ഒക്കെ ഉള്ള പഴയ ആധാരങ്ങളിൽ കാണാം വസിയത്ത് എന്ന് എഴുതും ഈ ആധാരം എഴുത്തുകാർ. എന്തുകൊണ്ട്? വസിയത്ത് എന്ന അറബി പദത്തിന് കൃത്യമായൊരു മലയാള പദം ഇല്ല. അപ്പതും അങ്ങനെ തന്നെയാണ് മലയാളീകരിച്ചു. എന്നതുപോലെ റഹ്മത്ത് സമം റഹ്മത്താണ്. റഹ്മത്തിന് എന്താ അർത്ഥം അറിയൂല. അത് കരുണയാണെങ്കിൽ കരുണയാണ്, കരുണയല്ലെങ്കിൽ കരുണയല്ല. എന്താണത്? അല്ലാഹു ആലം. റഹ്മത്ത് റഹ്മത്താണ്. വർഷം തുടങ്ങാണ്, അടിമക്ക് ആവശ്യം റഹ്മത്താണ്. ഒരു വർഷം കഴിഞ്ഞു, അടിമക്ക് ആവശ്യം, അതും റഹ്മത്താണ്. കഴിഞ്ഞ ദോഷങ്ങളെ പുറത്തേറാം. പുതിയ വർഷത്തിൽ റഹ്മത്ത് കിട്ടണം. അതിനാണ് എന്ത് പറയേണ്ടത്? യാ അർഹമർ റഹീമീൻ. ഒരു പ്രാർത്ഥനയുടെ അവസാനം 3 വട്ടം യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന സ്വീകരിക്കും. മനസ്സിലായില്ല? ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് ആ പ്രാർത്ഥനയുടെ അവസാനം എന്ത് പറയാം? യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ പദം അള്ളാഹു വലിയ ഇഷ്ടമാണ്. യാ അർഹമർ റഹീമീൻ, റഹ്മത്ത് ചെയ്യുന്നവരിൽ ഏറ്റവും റഹ്മത്ത് ചെയ്യുന്നവനെ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ഭാഗം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനിയുണ്ട് പേന മടക്കി വെക്കേണ്ട എഴുതേണ്ട ആളുകൾക്ക് ഇനിയും ഞാൻ പറഞ്ഞുതരാം. ഇനിയുണ്ട്. ഈ സമയത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. യാ അർഹമർ റഹീമീൻ ആവർത്തിച്ച് ചൊല്ലുക, രാത്രിയും പകലും. 1000 തവണയൊക്കെ ചൊല്ലാൻ കഴിഞ്ഞാൽ വലിയ നല്ല കാര്യമാണ്. യാ റഹ്മർ റഹീമീൻ, യാ റഹ്മർ റഹീമീൻ, യാ റഹ്മർ റഹീമീൻ എന്ന് ശരിക്ക് ഇരുന്നിട്ട് ചൊല്ലാൻ ഒരു 30 മിനിറ്റ് ഏറെ വന്നാൽ, ഒരു 25-30 അത്ര മിനിറ്റ് അത്ര വേണ്ടി വരുള്ളൂ. തഹജ്ജുദ് നിസ്കരിച്ച് ഒറ്റ ഇരുന്നിട്ട് ആണ് ചൊല്ലിയാൽ ഒരു മതിയാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ശരി, മൂന്നാമത്തെ കാര്യം, ഈ സമയത്ത് ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം,